വെൽക്കം ടു ലെജൻസ്. നമ്മുടെ പുതിയ ചേർന്ന വീഡിയോയാണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ, ബാഗൽപൂർ സിൽക്ക് ഫാബ്രിക് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ടസറിന്റെ കോമ്പിനേഷൻസിലാണ് വരുന്നത്. അപ്പോൾ ഇതെപ്പോഴും തന്നെ വരുന്നതാണ്. ഒത്തിരി നാളുകളായിട്ട് ഈ ഒരു ടൈപ്പ് ഐറ്റംസ് നമുക്ക് നല്ലതായിട്ട് മൂവ് ആവുന്ന ഐറ്റം കേട്ടോ. ഇതിന്റെ വീവിങ് പാറ്റേണും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഡിഫറെന്റ് ലുക്കാണ്. എന്തായാലും നല്ലൊരു ഡീസെന്റ് ഐറ്റം എന്ന് പറയാം. ഒരു പ്രൈസ് റേഞ്ച് നന്നായിട്ട് തോന്നിക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ദുപ്പട്ടയ്ക്കകത്തും സെയിം തന്നെ ബാഗൽപൂർ സിൽക്കിൽ വരുന്ന മോഡൽസ് എല്ലാം നല്ല ലെങ്തി ആയിരിക്കും. പിന്നെ മാത്രമല്ല ഫുൾ വീവിങ്ങും കാര്യങ്ങളും ടോപ്പിലും ദുപ്പട്ടയിലും കൊടുത്തിട്ട് കാണാൻ നമുക്കൊരു ഗിച്ച സിൽക്കിന്റെ ഒക്കെ പ്യോ ജൂട്ട് ആ ഒരു മിക്സ് ആയിട്ട് വരുന്ന സൈസ് ലുക്കിലുമാണ് വരുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ഇതിന് സ്റ്റാൻഡേർഡ് കൂടുതൽ ഈ ഒരു ഐറ്റത്തിനുണ്ട്. പിന്നെ കളർ കോമ്പിനേഷൻസും അത്രയും നല്ലതായിട്ട് ഭയങ്കര ഓവർ ബ്രൈറ്റ്നെസ്സോ കാര്യങ്ങളോ അങ്ങനെ ഒത്തിരി ഓവർ ആയിട്ടുള്ള കളേഴ്സ് അല്ല, പക്ഷെ നല്ല ഷെയ്ഡ്സ് ആണെല്ലാം. ഇത് വരുന്ന ഒരു ഗ്രേഡ് തന്നെ കോമ്പിനേഷൻ. ഇതിന് ബ്ലൂവിന്റെ ഏകദേശം ഷെയ്ഡാണ് ദുപ്പട്ടയ്ക്കും ബോട്ടത്തിനും കൊടുത്തേക്കുന്നത്. സെയിം ഫാബ്രിക് കേട്ടോ. നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം സെയിം ഫാബ്രിക് തന്നെയാണ്. അപ്പൊ അത് ഭയങ്കര രസമുള്ളൊരു മെറ്റീരിയൽ കേട്ടോ. ഇതുപോലെ വരും. നമുക്ക് വാഷ് ചെയ്യുന്ന കുഴപ്പമില്ല, ഷാമ്പു വാഷ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മുക്കി എടുത്താൽ മതി. ശരിക്കും നമുക്ക് സിൽക്ക് ഒക്കെ ഉപയോഗിക്കുന്ന കുറച്ച് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് ഒത്തിരി നാളത്തിന് നിൽക്കും. പിന്നെ നമ്പർ N782, റേറ്റ് 1100 മാത്രമേ ഉള്ളൂ. 1166. അടുത്ത ഷെയ്ഡ് ഇതാ കേട്ടോ. ഇതും ഒരു നല്ലൊരു ഓനിയൻ പിങ്കും പീച്ചൂടെ മിക്സ് ആയിട്ടാണ് ഷെയ്ഡ് വരുന്നത്. കോമ്പിനേഷൻ ഡാർക്ക് ആഷ്, ഒരു ബ്ലാക്ക് കൂട്ടിലൊരു ഷെയ്ഡാണ് കോമ്പിനേഷനിൽ. ഡബിൾ ഷെയ്ഡായിട്ടാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് എല്ലാവരുടെ ഫേവറേറ്റ് ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള മെറ്റീരിയലാണ്. ടോപ്പും ബോട്ടും ദുപ്പട്ടയെല്ലാം നല്ല വലിപ്പത്തിലുണ്ട്. അപ്പം നല്ല ഹൈറ്റും ഇതൊക്കെ ഉള്ളവർക്കാണെങ്കിലും പറ്റുന്ന രീതിക്കാണ് ഈ ഒരു മോഡൽ വരുന്നത്. ഇതിന്റെ ദുപ്പട്ടയാണെങ്കിലും 2.5 ഒക്കെ മേളിലുണ്ട് കേട്ടോ. ടോപ്പിനും ഒരു 50 ലെങ്ത് ഒക്കെ കിട്ടും. നമ്പർ വരുന്നത് N783, റേറ്റ് 1700 മാത്രമേ ഉള്ളൂ. 1166. അടുത്ത ഷെയ്ഡ് ഏകദേശം മുമ്പ് കാണിച്ചതിന്റെ ഒരു തിരിച്ചുള്ള കോമ്പിനേഷൻ എന്ന് പറയാം. ടോപ്പിന് ഒരു ബ്ലൂയിഷ് ഗ്രേ കളർ കോമ്പിനേഷനിൽ ഒരു പീച്ചിന്റെ ഒക്കെ നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ്. അതിൽ ഫുള്ള് വീവിങ് ആട്ടോ. ഇനി പറയുന്നതിന്റെ ഈ ഒരു ഇതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സെറ്റാണ്. ഇതിന്റെ ടോപ്പിന്റെ അകത്താണെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. ഫുള്ളായിട്ട് ആ ഒരു വീവിങ് പാറ്റേൺ, പ്രിന്റ് അല്ല ഫുൾ വീവിങ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം ദുപ്പട്ടയുടെ സെയിം ഷെയ്ഡ്, സെന്ററിലെ സെയിം ഷെയ്ഡ് തന്നെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോവാം. പിന്നെ നമ്പർ N777, റേറ്റ് 1100 മാത്രമേ. 1166. ഈ ഷെയ്ഡ് കണ്ടു കഴിഞ്ഞാൽ സിൽക്ക് അല്ലെന്ന് ആരും പറയില്ല. അത്രയും രസമാട്ടോ കാണാനായിട്ട്. നല്ലൊരു ലൈറ്റ് ഗ്രീൻ, ലീഫ് ഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡില്ല, അതാണ് ഒത്തിരി ബ്രൈറ്റ് ഒന്നും കേട്ടോ. ലൈറ്റ് ആയിട്ടുള്ള ഒരു ലീഫ് ഗ്രീൻ ആണ്. അതിൻ്റെ കൂടെ കോമ്പിനേഷൻ നല്ല രസമാണ്. ഇതുപോലെ നല്ലൊരു ഓനിയൻ പിങ്ക് ലാവൻഡറിന്റെ കോമ്പിനേഷൻ. പിന്നെ ദുപ്പട്ട എല്ലാത്തിലും സെയിം തന്നെ. ആ ഒരു ബോർഡർ ഗ്രീൻ കോമ്പിനേഷന് വരും. ബാക്കി ഫുൾ വീവിങ്ങും നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇതിലും ഫുൾ വീവിങ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ ഒരു ഷെയ്ഡിലായതുകൊണ്ട് വീവിങ് കാണാത്തതാണ്. എല്ലാത്തിലും ആ വീവിങ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ബോട്ടം സെയിം തന്നെ, ഈ ഷെയ്ഡ് തന്നെ കേട്ടോ. ഇത് തന്നെയാണ് വരുന്നത്. ഇതിന്റെ നമ്പർ N781, റേറ്റ് 1100. അടുത്ത് വരുന്ന ഇതും അടിപൊളി ഷെയ്ഡ് കേട്ടോ. നല്ല രസമുള്ളൊരു ലൈറ്റ് പീച്ച് കളർ കോമ്പിനേഷൻ, ഗ്രീൻ ആണ്. മൊത്തത്തിൽ കാണാൻ നല്ല രസമാട്ടോ. നമ്മൾ ഇങ്ങനെ കാണുന്നേക്കാൾ ഭയങ്കര രസമാണ് നമുക്ക് തയ്ച്ചിട്ട് കഴിയുമ്പോഴത്തേനും. സൈസ് ഞാൻ പറഞ്ഞില്ലേ, നല്ല വണ്ണം കാണാൻ പറ്റുന്ന രീതിക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിന്റെ നമ്പർ N778, റേറ്റ് 1100. അടുത്ത് വരുന്നത് ഓനിയൻ പിങ്കും ലാവൻഡറോടെ ചേർന്നിട്ടുള്ള ഷെയ്ഡ് കേട്ടോ. ആഷാണ് കോമ്പിനേഷൻ. പറയേണ്ട ആവശ്യമില്ല, നല്ല രസമാണ് കാണാനായിട്ട്. ഇതിന്റെ ബോട്ടത്തിന് എല്ലാത്തിനും ഈ ദുപ്പട്ടയുടെ സെന്ററിലെ കളർ ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. സെയിം മെറ്റീരിയൽ തന്നെയാണ്. ഇതിന്റെ നമ്പർ N776, റേറ്റ് 1100. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ടോപ്പിന്റെ ലൈറ്റ് ഗ്രീൻ കളർ പീച്ചാണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ഇതിന്റെ കോമ്പിനേഷൻസ് എല്ലാം നല്ല ഭംഗിയാണ്. 10 ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും എല്ലാത്തിനും നല്ല ഭംഗിയാണ് ഞാൻ പറയണേ. കാരണം എല്ലാ ഷെയ്ഡ്സും അതുപോലെ രസമാണ് കാണാൻ. കോമ്പിനേഷൻസ് ഒക്കെ എത്ര നന്നായിട്ട് നോക്കുകയും ചെയ്യാറ്. ഇത് ആ ഒരു ബാഗൽപൂരിലെ ഒരു ട്രഡീഷണൽ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് എപ്പോഴും അത്രയും നല്ല ഷെയ്ഡ്സും ഇത് വെച്ചിട്ടാണ് ഇത് ഈ ഒരു ഐറ്റം ചെയ്തു പോകുന്നത്. എല്ലാവർക്കും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ കളേഴ്സ് മാത്രമാട്ടോ ഇതിൽ വരുന്നത്. ഇതിന്റെ നമ്പർ വരുന്നത് N774, റേറ്റ് 1100. നെക്സ്റ്റ് വരുന്നത് ഇതൊരു പീച്ച് അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പിങ്ക് ടോണൂടെ ഇറക്കി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഷെയ്ഡ്സ് എപ്പോഴും എല്ലാവരും തപ്പി നടക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയാം. നമുക്ക് മുഖത്തിന് എപ്പോഴും ഒരു കുറച്ച് നിറക്കൂട് തോന്നിക്കുന്ന കളറാണ് ഇതൊക്കെ. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ആഷ് കളറില്ല കേട്ടോ. ഇതിന്റെ ബോട്ടം സെയിം ആ ഒരു ആഷ് കളർ. നമ്പർ N780, റേറ്റ് 1166. അടുത്ത വരുന്നത് നമുക്ക് ടോപ്പിന്റെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കേട്ടോ. ഗ്രീൻ ആണ് കോമ്പിനേഷൻ. ഇതിപ്പോ ഒരു 9ാമത്തെ ഷെയ്ഡ്, 10 ഷെയ്ഡ് ഉണ്ട് ഇനി മൊത്തത്തില്. ഇതും നല്ല കളർ കോമ്പിനേഷൻ തന്നെയാണ്. ബോട്ടത്തിന് വരുന്നത് ഈ ദുപ്പട്ടയുടെ സെയിം ഗ്രീനിന്റെ കളർ തന്നെ കേട്ടോ. ബോട്ടം ഉണ്ട് ഇതുപോലെയാണ് ഫുൾ സെറ്റ് വരുന്നത്. ഇതൊക്കെ ആ ബോട്ടം കൂടെ തയ്ച്ചിടുമ്പോഴാണ് ശരിക്കും ആ ഒരു മൊത്തത്തിലുള്ള ഒരു രസം കിട്ടുള്ളൂ. ഇതിങ്ങനെ മൊത്തം ലെങ്തി ആയിട്ട് തന്നെ കിടക്കുക അല്ലേ. തയ്ച്ചിടുമ്പോഴത്തേനും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സെറ്റാണ്. നല്ല ലെങ്ത് വേണ്ടവർക്ക് അങ്ങനെയും തയ്ച്ചെടുക്കാം. ഇതിന്റെ നമ്പർ N779, റേറ്റ് 1166. ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രേയും പിന്നെ ഒനിയൻ പിങ്കും ആണ് കോമ്പിനേഷൻ. ബോട്ടം കൂടെ വരുമ്പോൾ ഏകദേശം ഇതുപോലെ വരുന്നത് കേട്ടോ. ഫുൾ വ്യൂ കാണാൻ നല്ലതാണ്. ഇതിന്റെ നമ്പർ N775, റേറ്റ് 1166.